വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും വഴി തെറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വഴി തെറ്റാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പറ്റി ആരും നല്ലത് പറയില്ല. നെഗറ്റീവ് പറയാൻ മാത്രമാണ് ആൾക്കാർ വാ തുറക്കത്തുള്ളൂ. അവള് ഈ രംഗത്താണല്ലോ, അവള് ഫോക്കസ് ആയിരിക്കും. അല്ലെങ്കിൽ കുറേ പേരുടെ കൂടെ എന്താ പറയുക പല രീതിയിൽ നടക്കുന്നവളായിരിക്കും. അല്ലെങ്കിൽ അവളെങ്ങനെ ക്യാഷ് ഉണ്ടാക്കി, അവൾ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ കുറേ നാൾ ചാറ്റ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല നമ്മൾ പീഡനം എന്ന് പറയേണ്ടത്. എനിക്ക് ഒരാളുമായിട്ട് അഫെയർ ഉണ്ടെങ്കിൽ ആ അഫെയർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പ് മോശമായി കഴിഞ്ഞാൽ അത് പ്രതികരിക്കേണ്ട സോഷ്യൽ മീഡിയയിലൂടെ അല്ല. ദിലീപേട്ടനെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. കോടതി ആ വിധി പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പകർപ്പും എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വിട്ടു? ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് വത്സർ സുനി എന്നറിയുന്നത്. ഈ ന്യൂസ് വരുന്ന സമയം അറിയാവുന്ന, അതായത് ഞാൻ വർക്ക് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ ദിലീപേട്ടനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളി അത്രയും ഫാമിലി മാനാണ്. എൻ്റെ അടുത്ത് മോശമായിട്ട് വന്ന, എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാതെ വന്ന് എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന ആരാണെങ്കിലും ഞാൻ. ഇന്ന് നമ്മളോട് കൂടിയുള്ളത് സിനി സീരിയൽ ആക്ട്രസ്സായ ആൻ മരിയാണ്. ആൻ മരിയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഇപ്പോൾ വരുന്ന പുതിയ പ്രൊജക്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? പുതിയ പ്രൊജക്റ്റ് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 to 15 ആണ് എപ്പോഴും ഷെഡ്യൂൾ ഇപ്പോഴത്തെ സീരിയലിൻ്റെ പോകുന്നത്. അപ്പോൾ ആ സെയിം ഡേറ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ചവിട്ടി പിടിച്ചേക്കുവാണ്. ഇപ്പൊ ഏഷ്യാനെറ്റിൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതാണ് ഒരു പുതിയതായിട്ട് സീരിയൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് 400 എപ്പിസോഡായി. എങ്ങനെയുണ്ട് പുതിയ വിശേഷങ്ങൾ സീരിയലിന്റെ? നല്ല വിശേഷം. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ പാവം ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ക്യാരക്ടറൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. നത്തുമ്പോരും കുശുമ്പൊക്കെ ആയിട്ട് കുനിട്ടൊക്കെ. അതെ. അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത്രയും വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു ഭാഗ്യമാണ് എനിക്ക് ഏഷ്യാനെറ്റിലെ പ്രോജക്റ്റ് കിട്ടിയത് തന്നെ. ഇപ്പൊ കോ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻസ് ഒക്കെ വരുന്നത്? കമ്പനി ആയിട്ടാണോ അതോ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഞങ്ങൾ ട്രിപ്പൊക്കെ പോവാറുണ്ട്. അവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ശരിക്കും ഒരു എൻജോയ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ ഈഗോയോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അടിപൊളിയായിട്ട്. അത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അവിടെ ടെക്നീഷ്യന്മാരാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. ഇപ്പൊ കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് സീരിയൽസ്. അപ്പൊ ഈ സീരിയൽ കാണുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ വെല്ലോടത്തൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വരും ഇന്ന ക്യാരക്ടർ ഉള്ളത്, ആ ക്യാരക്ടറിന്റെ പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് എക്സ്പീരിയൻസ് വരുന്നത്? അങ്ങനെയാണ്, നമ്മുടെ ക്യാരക്ടർ നെയിം വെച്ചിട്ടാണ് അവര് പെട്ടെന്ന്. നമ്മളുടെ റിയൽ നെയിം അറിയത്തില്ല, അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് റിയൽ നെയിം ഒക്കെ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്നിട്ട് അങ്ങനെ ഒരു ആംഗ്യമൊക്കെ കാണിച്ചിട്ട് പിന്നെ ചോദിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ക്യാരക്ടർ നമ്മളെ അവർ കാണുമ്പം ആ ക്യാരക്ടറിനെയും പറയുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നത്. നമുക്ക് കാണുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഞാൻ നെഗറ്റീവ് ആണെങ്കിലും അത്ര പക്ക അങ്ങനെ നെഗറ്റീവ് അല്ല, നാത്തുമ്പോരൊക്കെയാണ്. പക്ഷെ എന്നാലും ചീത്തയൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടം. നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് നെഗറ്റീവ് ലെവലിൽ കാണുന്നുണ്ടോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ എന്നാലും അത് ചിലര് നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടേക്കുന്നത് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമല്ലോ നമ്മളെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവര് സീരിയലാണ്, പക്ഷെ എന്നാലും പറയും അയ്യോ അത്രയും വേണ്ടായിരുന്നു, ഇച്ചിരി കുശുമ്പിയാണല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ സിനിമ സീരിയൽ രംഗത്ത് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. ഇപ്പൊ താങ്കളാണെങ്കിലും വരുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. സ്ത്രീകളാണ് വരുന്നത്. ആ ടൈമിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോ പുതുതായിട്ട് ഈ സീരിയൽ രംഗത്തേക്ക് വരുമ്പോൾ? സീരിയൽ രംഗത്തും സിനിമാ രംഗത്താണെങ്കിലും നമ്മൾ ഫസ്റ്റ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളടുത്ത് എന്താ പറയുക, നമ്മളടുത്ത് പലരും പല കാര്യങ്ങളും ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ നോ പറഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നോ പറഞ്ഞിട്ട് എന്നെ ഇതുവരെ ആരും അങ്ങനെ ഉപദ്രവിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് കാര്യം പറയുക.
പിന്നെ എനിക്ക് സീരിയൽ രംഗത്തുനിന്നോ സിനിമാ രംഗത്തുനിന്നോ അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ ഒരു വെല്ലുവിളി വന്നിട്ടില്ല. എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. അതല്ല, ഇങ്ങനെ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ പെൺകുട്ടികൾ ഇതിലേക്ക് വരുമ്പോൾ പൊതുവെ മോശം അഭിപ്രായം, റൂമേഴ്സ് വരും. ഇവള് പോക്കാണ്, അങ്ങനത്തെ ഒരു ലെവല്. ഇത് പണ്ടത്തെ ആളുകൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഒരു തലമുറ വെച്ചിട്ട് കുറച്ചും കൂടി ജനറേഷനിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾ നല്ല പോസിറ്റീവ് മൈൻഡിൽ കാണുന്നുണ്ട്, ചില ആളുകൾ നെഗറ്റീവ് മൈൻഡോട് കൂടി തന്നെ കാണുന്നുണ്ട്. സോ അതുപോലത്തെ എന്തെങ്കിലും ഫാമിലി പരമായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇതിപ്പം എല്ലാരും പറയുന്നുണ്ടല്ലോ. ഓക്കെ. സീരിയൽ രംഗത്തുള്ളവരോ നന്നായിട്ട് പറയുന്നുണ്ട്, അയ്യോ അവള് ഈ രംഗത്താണല്ലോ, അവള് പോക്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ പേരുടെ കൂടെ എന്താ പറയാ പല രീതിയിൽ നടക്കുന്നവളായിരിക്കും, അല്ലെങ്കിൽ അവളെങ്ങനെ ക്യാഷ് ഉണ്ടാക്കി അവൾ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അത് സീരിയൽ രംഗത്ത് മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും പറയാനുള്ളവർ പറയും. നമ്മളൊന്ന് ഉടുത്തൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പറയും അവള് ശരിയല്ല, അല്ലെങ്കിൽ അവൾ ഭർത്താവ് ഉണ്ടായിട്ടും പുറത്തു പോകുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, സീരിയൽ രംഗത്തുനിന്ന് മാത്രമല്ല ഏത് രംഗത്താണെങ്കിലും വീട്ടിലിരിക്കുന്ന, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും വഴി തെറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വഴി തെറ്റാം. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരും നിർബന്ധിക്കത്തുമില്ല, നമ്മൾ ചെയ്യാൻ വേണ്ട. പിന്നെ പലരും പലതും പറയും, അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. ചുറ്റിനുള്ളവരുടെ കണ്ണിൽ നമ്മൾ നെഗറ്റീവ് ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പറ്റി ആരും നല്ലത് പറയില്ല. നെഗറ്റീവ് പറയാൻ മാത്രമാണ് ആൾക്കാർ വാതുറക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മളെ പോസിറ്റീവ് പറയുമെന്ന് നമ്മൾ ആരും ചിന്തിച്ച് മുന്നോട്ട് പോകണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സങ്കടം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സീരിയൽ രംഗത്തുള്ള ആളുകളൊക്കെ പറയാറുള്ളത് കോസ്റ്റ്യൂമിനെ ബേസ്ഡ് ചെയ്തിട്ടാണ്. കോസ്റ്റ്യൂംസ് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടി വരാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾ തന്നെയാണല്ലോ എടുക്കണ്ടേ, ആക്സസറീസ്, കോസ്റ്റ്യൂം എല്ലാം. സീരിയൽ രംഗത്തെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് കോസ്റ്റ്യൂം വെക്കുക. എനിക്ക് തോന്നുന്നത് നമ്മൾ അഭിനയിക്കുന്ന കിട്ടുന്ന ക്യാഷ് കുറേയൊക്കെ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടും സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഈ ആഫ്റ്റർ കൊറോണ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് പേജസ് ഒക്കെ വന്നല്ലോ. ബോട്ടിക്കിന് പകരം ഇപ്പം കുറേ എന്താ പറയുക ഓൺലൈൻ പേജസ് ആണല്ലോ. അപ്പോൾ അവർ നമുക്ക് കൊളാബ് തരുന്നത് കൊണ്ട്, കൊളാബ് തരുമ്പോൾ നമ്മൾ റീൽസായിട്ടും ഫോട്ടോസായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേ കോസ്റ്റ്യൂംസ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടണ ക്യാഷിൻ്റെ പകുതി മുക്കാലും കോസ്റ്റ്യൂം എടുത്ത് തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് പോവും. വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ പേഴ്സണൽ ലൈഫിലേക്കാണ് ഞാൻ കിടക്കുന്നത്. മക്കളുമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ അതോ കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള അമ്മയാണോ? സ്ട്രിക്റ്റ് അമ്മയല്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള അമ്മയാണ്. കാരണം സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യമില്ല. അവരുടെ അടുത്ത് എപ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തു കഴിയുമ്പം അവരെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പറയും. ഈ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന വീട്ടിലെ കുട്ടികൾക്കാണ് പല പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഞാൻ ഒരിക്കലും സ്ട്രിക്റ്റ് അല്ല. എൻ്റെ അമ്മയെ അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനും സ്ട്രിക്റ്റ് അല്ല ഒന്നിലും ഒന്നും. പക്ഷേ അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും അവൾ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഓടി വന്ന് പറയും. ഫസ്റ്റ് എന്നോടായിരിക്കും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്യാരക്ടർ ബേസും ഇപ്പം ഞാൻ പറയട്ടെ വർക്ക് ബേസ് ഉള്ളതും ഫാമിലിയിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ലേഡി എന്ന നിലയിൽ, ഒരു വുമൻ എന്ന നിലയിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരാമല്ലോ. അങ്ങനെ എനിക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ അതുപോലെ തന്നെ മാമിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ആ ഇഷ്യൂസും ഇപ്പോൾ നമ്മുടെ വർക്ക് ബേസും എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? ഒരുപാട് ഇടർച്ചകളും എന്താ പറയാ, വഴികൾ വന്നിരിക്കുന്ന പാതകളെല്ലാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്. അതെ അതെ അതെ. സോ ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്നു വന്നിട്ട് ഇപ്പോൾ 2 years ആയിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് 1.5 വർഷം ഞാൻ ബ്രേക്ക് എടുത്തായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും സീരിയലിലേക്ക് അഭിനയിക്കാൻ വരുന്നത്. ഞാൻ ഇപ്പം മോള് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് വിഷമങ്ങളുടെ ഇടയിലുമാണ് ഞാനിപ്പം ഈ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും. ഫാമിലി ഇഷ്യൂസ് ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിലും നമുക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചപ്പോഴും നമുക്ക് ദൈവം വേറൊരു വഴി തുറന്നു തന്നു. അപ്പോൾ എനിക്ക് വീണ്ടും അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എന്താ പറയുക, അതെല്ലാം മനസ്സിലുണ്ട്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ട്, അസുഖങ്ങൾ വരും. ഇപ്പം നമ്മൾ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കില്ല. അപ്പം ഡിപ്രഷൻ വന്നിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് സങ്കടം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കട്ടെ, നമ്മുടെ ജീവിക്കട്ടെ. അപ്പം നമുക്ക് മോളെ നോക്കണം, പഠിപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വെച്ചിട്ട് ആ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകും. പക്ഷെ വർക്ക് ചെയ്യുന്നിടത്ത് ചെല്ലുമ്പം ഞാൻ പറഞ്ഞില്ലേ, അവരെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. സന്തോഷം ഉണ്ടാവും അവിടെ, കുറച്ചെങ്കിലും സന്തോഷം. ചിലപ്പം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ കൂട്ടും,
ഒന്നാമത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തില്ല. അപ്പം എന്നാലും വീട്ടിൽ വരുമ്പോൾ വീട്ടിലായ ഇതുണ്ടാവും, വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ പുറത്ത് പോകുമ്പം അത് നമുക്ക് ഞാൻ പബ്ലിക്കലി അങ്ങനെ കാണിക്കത്തില്ല. പക്ഷെ അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ എൻ്റെ ഇമോഷൻസ് കാണിക്കാറുള്ളൂ. എന്നാലും വർക്ക് ചെയ്യണം, പോകണം, സീരിയൽ ചെയ്യണം, അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമൻസുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്ത് നെഗറ്റീവ് കമൻസ് ഒക്കെ വരും. ആ ടൈമിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയനെ കാണുന്നത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല. മീൻസ് എൻ്റെ കുറച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഫാമിലി പ്രോബ്ലംസിൻ്റെ ഇടയിൽ പർപ്പസ്ഫുള്ളി ഫേക്ക് ഐ ഡിന്ന് വരുന്ന ബാഡ് കമൻസേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇത്രയും വർഷം സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നണം ഇപ്പോൾ ഒരു 10 years ആയി. അപ്പം ഞാൻ ആദ്യത്തെ സീരിയൽ വരുമ്പോൾ അതിന് മുമ്പേ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്ക് അങ്ങനെ ബാഡ് കമൻസ് വന്നിട്ടില്ല കൂടുതലായിട്ട്. കൂടുതലായിട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ആണ് അത് നമുക്കറിയാം. എന്താ വെച്ചാൽ പർപ്പസ്ഫുള്ളി നമുക്ക് ആ ഒരു ഇപ്പം ഫേക്ക് ഐ ഡി നോക്കുമ്പോൾ നമുക്കറിയത്തില്ലേ 0 followers, എല്ലാം 0 ആയിരിക്കും, പോസ്റ്റ് 0 ആയിരിക്കും, എല്ലാം ആയിരിക്കും. ഇതിനു വേണ്ടി പർപ്പസ്ഫുള്ളി തുടങ്ങിയേക്കുന്ന പോലെ. പിന്നെ ഞാൻ 1-2 IDs എടുത്തപ്പോൾ അത് പർപ്പസ്ഫുള്ളി അതിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈബറിലൊക്കെ കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കമൻസ് അല്ലാണ്ട് എന്നെ ഇന്ന് വരെ ഒന്നിനും ഒരാളും അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ തുറന്നു പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില കാര്യങ്ങൾ. ഇപ്പം എനിക്ക് തോന്നണം ഇപ്പോൾ ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് കുറച്ച് കമൻസ് വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് എനിക്ക് തോന്നുന്നു ഒരു 100 കമൻസിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 കമൻസ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവായിട്ട് തന്നെ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, പെണ്ണുങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്. അതായത് പൊളിറ്റീഷ്യൻ, അതായത് രാഷ്ട്രീയത്തിലൊക്കെ കുറച്ച് അറിവുണ്ടോ? അതോ രാഷ്ട്രീയപരമായിട്ട് അപ്ഡേറ്റ് ആണോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അധികം സ്ത്രീകൾ ആരും വന്നിട്ട് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിപ്പം എന്താ പറയാ, അവര് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പുള്ളി MLA ആയിട്ട് ഇത്രയും പ്രശ്നത്തിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും പാലക്കാട് വന്നല്ലോ. അപ്പൊ ആ വന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ന്യൂസ് കാണുമ്പോൾ അറിയാലോ. കുറെ നാള് ഇപ്പൊ ഞാനാണെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ശരിയായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും വേറൊരാളും തമ്മിലൊരു സുഹൃത്ത് ബന്ധമുണ്ട്, കുറേ നാൾ ചാറ്റ് ചെയ്തതിന് ശേഷമല്ല അവരെ നമ്മൾ കുറ്റം പറയേണ്ടത്. ഇപ്പം ഏതൊരാൾക്കാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമുക്കെല്ലാവർക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ക്രഷ് തോന്നും, എല്ലാം തോന്നും. പക്ഷെ കുറേ നാൾ ചാറ്റ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല നമ്മൾ പീഡനം എന്ന് പറയേണ്ടത്. പീഡനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമ്മതം ഇല്ലാതെ ചെയ്യുന്നതിനാണ് പീഡനം എന്ന് പറയുന്നത്. അത് ഒറ്റ പ്രാവശ്യം അല്ല, പോട്ടെ 2 പ്രാവശ്യം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രതികരിക്കാനുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, നമുക്ക് എങ്ങനെ വേണേലും പ്രതികരിക്കാം, കേസ് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്കപ്പോൾ അതൊരു ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആളെ അങ്ങനെ പറഞ്ഞു, പിന്നെ ആള് തിരിച്ച് പാലക്കാടേക്ക് വന്നു. ആ ഒരു സമയത്തിൽ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, ആള് തെറ്റ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ തെറ്റെന്ന് പറയുമ്പം ഒരാൾ മാത്രം അയാൾ ബലാത്കാരമായിട്ട് വന്ന് പീഡിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തൊന്നും അല്ലല്ലോ. ഇവർ തമ്മിൽ പിന്നെ എനിക്ക് തോന്നുന്നു ആ കുട്ടി മാരീഡ് ആണെന്നൊക്കെ നമ്മളിപ്പോൾ ന്യൂസിലൂടെ കേൾക്കും. മാരേജ് ആയിരുന്നു, അതിനുശേഷം പുള്ളിക്കാരുമായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളല്ലേ. അപ്പോൾ ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ശരി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനാണെങ്കിലും അതാ ഞാൻ പറയാം. എനിക്ക് ഒരാളുമായിട്ട് അഫെയർ ഉണ്ടെങ്കിൽ ആ അഫെയർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പ് മോശമായി കഴിഞ്ഞാൽ അത് പ്രതികരിക്കേണ്ട സോഷ്യൽ മീഡിയയിലൂടെ അല്ല, കോർട്ടുണ്ട്. നമ്മളെന്താ പറയുക, നമുക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് ഓഫീസേഴ്സുണ്ട്, കോർട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. അല്ലാതെ കുറേ നാറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടൊന്നും അല്ല. നമുക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാവരും മടിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ള ആളുകൾ.
അതൊരു സ്ത്രീ എന്ന നിലയിൽ ഒന്നും പുറത്തേക്ക് വന്നു, അതായത് താങ്കളാണ് ഇതുപോലെ തന്നെ കമൻസും അല്ല കാര്യങ്ങളും വെല്ലുവിളികളായിട്ടുള്ള കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ടൈമിൽ എന്ത് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പ്രതികരിച്ചാല് ഓ അബദ്ധായോ അതോ ഞാനിങ്ങനെ ചെയ്യണമെന്നുകൊണ്ട് ഇല്ല കുഴപ്പമില്ല? ഇല്ല ഇല്ല, ഞാൻ എൻ്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഈ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാം. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവർക്ക് അവരവരുടേതായ ഒപ്പീനിയൻ പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒപ്പീനിയനിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സീരിയൽ സിനിമാ രംഗത്ത് ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, എപ്പോഴും നേരിടാറുണ്ട്. അപ്പം ഇപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണോ? സ്ത്രീകൾ സുരക്ഷിതരാവണമെങ്കിൽ സ്ത്രീകൾ തന്നെ വിചാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നോ പറയേണ്ടടുത്ത് നോ പറയണം. പിന്നെ എന്താ പറയുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല. അതാ പറഞ്ഞ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പോവോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെ നടന്നിട്ട് പിന്നെ അവസാനം അവരെ കുറ്റം പറയട്ടോ അല്ല നമ്മളെ കുറ്റം പറയട്ടോ കാര്യമില്ല. ഏത് ബന്ധമാണെങ്കിലും അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയില്ല, അവസാനിപ്പിക്കാനുള്ള ഏക ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കും എൻ്റെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് എന്തിനാ ഞാൻ പോയി സോഷ്യൽ മീഡിയയിൽ പോയി പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക, ആ ബന്ധം നന്നായിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ സ്ത്രീകൾ അതുപോലെ തന്നെ പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നാണ് പറയുന്നത്. അതായത് നോ പറയേണ്ട സമയത്ത് നോ പറയണം, അങ്ങനത്തെ ഒരു രീതിയിലാണ്. നമ്മൾ നോ പറഞ്ഞിട്ട് വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ നമുക്ക് വേണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ മോളോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചീത്തയാവണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും ഏത് സാഹചര്യത്തിലും ചീത്തയാവാം. അത് നമ്മൾ തന്നെ വിചാരിക്കണം. പിന്നെ നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ കണ്ണിങ് ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ എന്ന് പറയാം, സ്ത്രീകൾ എന്ന് മാത്രമല്ല, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മളെ സൂക്ഷിക്കണം നമ്മൾ തന്നെ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഒരു കേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നൊരു രീതിയിലായിരുന്നു ആ കേസ് വന്നപ്പോഴും. അപ്പോൾ അധികം സുരക്ഷിതരല്ല, വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതിൻ്റെ വിധി വന്നിരുന്നു. ഓക്കെ, ഇപ്പോൾ താങ്കളാണെങ്കിലും പറഞ്ഞിരുന്നു അന്ന് പൾസർ സുനീനെ അറിയാമെന്നും. ആ കേസിൻ്റെ വിധി വന്നപ്പോൾ ആ കേസിൻ്റെ വിധിയോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനും കോർട്ടിൽ പോവാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡിവോഴ്സിൻ്റെ കാര്യത്തിന് നമ്മൾ ഒരു കോർട്ടിൽ പോകുമ്പം അവിടെ എപ്പോഴും തെളിവിനാണ് പ്രാധാന്യം. നമുക്ക് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് നടത്താം, എന്തും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയാം. അപ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തെളിവ്. കോടതിക്ക് വേണ്ടതും നിയമത്തിന് വേണ്ടതും തെളിവാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ദിലീപേട്ടനെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. കോടതി ആ വിധി പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്, എല്ലാ പകർപ്പും എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ്? പിന്നെ അതിജീവിത എന്ന് പറയുന്ന കുട്ടിക്ക് അങ്ങനെ വന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ 8ാം പ്രതിയായ ദിലീപേട്ടനിൽ ഫോക്കസ് ചെയ്യുമ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം, ഈ സമൂഹത്തിന് വേണം. ഈ ദിലീപേട്ടനിൽ ഫോക്കസ് ചെയ്യുമ്പം ബാക്കിയുള്ള ഇതിനകത്ത് കളിച്ച ആരാന്ന് ആ അതിജീവിതയ്ക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ബാക്കിയുള്ള നമ്മളെ പോലെയുള്ള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. യഥാർത്ഥ പ്രതികളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വിധി വന്നപ്പോഴും ഇപ്പം മാമായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ദിവസം. ഞാനൊരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 3 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അറിയാവുന്ന, അതായത് ഞാൻ വർക്ക് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ ദിലീപേട്ടനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളി അത്രയും ഫാമിലി മാനാണ്. മക്കള്, അനിയൻ്റെ കുടുംബം, പെങ്ങടെ കുടുംബം, ഇവരെല്ലാവരും ഒരു കൂട്ടുകുടുംബം പോലെയൊക്കെ ജീവിക്കുന്നു. പിന്നെ പുള്ളിയുടെ വ്യക്തിപരമായ ജീവിതം, അവർ തമ്മിൽ ഡിവോഴ്സായപ്പോഴും എൻ്റെ മോളെന്നല്ല, ഒരു ഇപ്പോൾ ഡിവോഴ്സ് ആവുന്നുണ്ടല്ലോ പല ഫാമിലിയും ഡിവോഴ്സ് ആകുമ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തം മകള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഏതൊരു മകളും ഏതൊരു മകനാണേലും ഏറ്റവും ആദ്യം നിൽക്കുന്ന പെറ്റമ്മയുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. ഇത് ഞാൻ ആരും കുറ്റം പറയുന്നതല്ല, ദിലീപേട്ടൻ്റെ കൂടെയാണ് ദിലീപേട്ടൻ്റെ മോൾ ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നത്. അത് ആരും ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കാത്തൊരു കാര്യം. തെറ്റുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കത്തില്ല, അമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ.
എന്തിനാ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടല്ലോ. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് ആ 6 പേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരിനെ ഇപ്പം ആര് പറഞ്ഞിട്ടുള്ളതെന്നല്ല, ആ ഉപദ്രവിച്ച ആൾക്കാർക്ക് ശിക്ഷ കുറഞ്ഞു പോയെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. 20 വർഷം ആണല്ലോ, അത് കുറഞ്ഞു പോയെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുമുണ്ട്. ആ കുട്ടിക്ക് വന്ന പോലെ ചിലപ്പോൾ നമ്മളും പെണ്ണുങ്ങളാണ്, നമുക്കും വരാം, നമ്മുടെ മക്കൾക്കും വരാം. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നാളെ നമുക്കും വരാവുന്ന ഒരു കാര്യം, അതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യുമ്പം അത് എന്തിനെന്ന് ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നില്ലേ? എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സുനീനെ നമുക്കറിയാം. ഈ പൾസർ സുനി എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 10 വർഷം മുന്നേ ഞാൻ ആദ്യത്തെ സീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും അതെ, ഞാൻ ഏജൻസിയിൽ നിന്നാണ് ഡ്രൈവേഴ്സിനെ വിളിക്കുന്നത്. നമുക്ക് സ്ഥിരം ഡ്രൈവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡ്രൈവർ വന്നപ്പം സുനിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു. കുറച്ച് നാൾ നമുക്ക് വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മോശമായിട്ട് അവൻ്റെ ക്യാരക്ടർ ഫീൽ ചെയ്തു. വേണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വിട്ടത്. ആ ഏജൻസിയിൽ അത് അറിയിക്കുകയും ചെയ്തു. എന്താ പറയുക, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവൻ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നീ എന്നെ ഒന്നും കാണിക്കാനില്ല. അന്ന് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊരു സാധാരണ ഒരു ഡ്രൈവർ, നമുക്കിഷ്ടപ്പെട്ടില്ല, നമ്മൾ അവരെ വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് പൾസർ സുനി എന്നറിയുന്നത് ഈ ന്യൂസ് വരുന്ന സമയത്ത്. ന്യൂസിൽ വന്നപ്പോൾ ഷോക്കായി പോയില്ലേ? പിന്നെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ ഡ്രൈവറായിട്ടും ഒക്കെ. എനിക്ക് ഞാൻ പലരുടെയും എന്താ പറയുക, ഞാൻ എടശ്ശേരി മെൻഷൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് അവൻ ആ എടശ്ശേരിയുടെ അവിടെ നിൽക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം പല സിനിമക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആരെയും ഒന്നും, ഇവൻ എന്തിൻ്റെ പേരിലാണ് ആരെങ്കിലും കൊടുക്കാൻ ചെയ്താണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ന്യൂസ് കണ്ടപ്പോഴാണ് പ്രതികരിച്ചത്, ഇങ്ങനെ അറിയാമെന്നുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങൾ? അല്ല, ഞാൻ വിധി വന്നതിന് ശേഷമല്ലേ ഞാൻ പ്രതികരിച്ചത്. പിന്നെ സിനിമ കാണുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. കാരണം അത് ഒരാളുടെ ഇഷ്ടമാണ്, ഏത് സിനിമ കാണണം, ഏത് സിനിമ കാണണ്ട, ആരെ ആരാധിക്കണം, ആരുടെ സിനിമ കാണണം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അതിനകത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാനത് പ്രതികരിച്ചു. പിന്നെ വിധി വന്നതിന് ശേഷം ഒരാളെ തന്നെ ഞാൻ പറയില്ലേ, ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ എന്താ പറയുക, ഡ്രോൺ വെച്ച് എൻ്റെ വീടിൻ്റെ മേളിലൊക്കെയാണ് ഡ്രോൺ വന്നെങ്കിൽ ഏത് ചാനലാണെങ്കിലും അതിനെതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. അത് ഒരാളുടെ പ്രൈവസിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ പെണ്ണുങ്ങളില്ലേ, മക്കളില്ലേ? അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര തെറ്റല്ലേ? അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണെങ്കിലും പ്രതികരിക്കും. അത്രേ ചെയ്തുള്ളൂ. ഓക്കെ. അപ്പോൾ സിനിമാ രംഗത്താണെങ്കിലും സീരിയൽ രംഗത്താണെങ്കിലും ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പൾസർ സുനിയെ പോലെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു, പക്ഷേ പൾസർ സുനി ആണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ന്യൂസ് വന്നപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയത് ഇന്ന വ്യക്തിയാണെന്നുള്ളത്. ഇതുപോലെ ജീവിതത്തിൽ ഇപ്പോൾ മുന്നോട്ടുള്ള സീരിയലിലാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇപ്പം സുനിലിന് മാത്രമല്ല, എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് അയ്യോ വേണോ വേണ്ടയോ എന്ന് നമ്മളെങ്ങനെ പ്രതികരിക്കണം ആലോചിച്ചൊക്കെ ചെയ്യുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താടിന്ന് സ്വരം മാറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്താടാന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. ഞാൻ നന്നായിട്ട് പ്രതികരിക്കും. മമ്മി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ വല്ല ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ അത്രയും, അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പണ്ടൊക്കെ ഞാൻ പ്രതികരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സുനിലെന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് മോശമായിട്ട് എൻ്റെ അടുത്ത് എനിക്കിഷ്ടമില്ലാതെ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും. അതാണെന്നില്ല, പെണ്ണെന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സീരിയലിലേക്ക് വരുന്നുണ്ട്. ചില ടൈമിൽ ഫസ്റ്റ് പറയും നമുക്ക് ഇതിനെക്കുറിച്ച് വല്ലാത്ത അറിവുകളില്ല, ഇപ്പം ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പ്രതികരിക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോഴാണ് ഒരാൾക്ക് ബോൾഡ് ആവുന്നത്, ഒരു വ്യക്തി ബോൾഡ് ആവുന്നത് എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പം മാമിന് എന്താണ് തോന്നിയതുള്ളത്? ഒന്നും പറയാനില്ല, നോ കമന്റ്സ്. ഇപ്പൊ ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പൊ ഏകദേശം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരാള് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ മോശമായിട്ട് സംസാരിക്കുക, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഓക്കെ. ആ ആളെ എന്തിനാ പേടിക്കുന്നേ?
എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ അയാളോട് മോശമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്നു, എനിക്ക് ചാൻസ് കിട്ടണം, അയാൾ പറഞ്ഞു പ്രതികരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻ്റെ ചാൻസ് പോവോ എന്നൊന്നും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് കിട്ടാനുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് കിട്ടാനുള്ള വർക്കാണെങ്കിലും അതാര് എങ്ങനെ തടഞ്ഞാലും നമുക്ക് കിട്ടും. ഓക്കെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഇപ്പം ഞാനൊരു സീരിയൽ ചെയ്യണമെന്നുണ്ടോ, ദൈവം എൻ്റെ തലയിൽ അത് വരച്ചിട്ടുണ്ടോ, ഞാനത് ചെയ്തിരിക്കും. അതാര് പാര വെച്ചാലും നമ്മൾ ചെയ്യും, ഇല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അല്ലേ? ഇപ്പം മോളുടെ പ്രൊഫഷനിൽ പലരും ഉണ്ടാവും, ചിലപ്പം പാര വയ്ക്കാം, എന്തൊക്കെയാവും, ചിലപ്പോൾ കുറച്ച് നാള് ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും, ആരെങ്കിലും പാര വെച്ചിട്ടായിരിക്കും. പക്ഷെ കിട്ടണത് എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ലക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. തീർച്ചയായും ഞാൻ അതിൽ വിശ്വസിക്കുന്നു. പോസിറ്റീവ് എനർജിയാണ് അത് വരുന്നത്. അപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്തും താങ്കൾ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വുമൺ എന്ന നിലയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ട്രാജഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ മാമിനെ എങ്ങനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ എന്തോരം വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ മാമിനും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും, ചിലർക്കൊക്കെ അറിയാം, ചിലർക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് എന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മളെക്കുറിച്ച് നെഗറ്റീവ് മാത്രമായിരിക്കും, ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, രണ്ടാമത്തെ ഭാഗം കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇല്ലേ? മാമാണെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ എങ്ങനെയാണ് അതൊക്കെ? എനിക്കെപ്പോഴും സപ്പോർട്ട് എൻ്റെ ഫാമിലി തന്നെയാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ്, എൻ്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, കസിൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു. പിന്നെ എപ്പോഴും സപ്പോർട്ട് എനിക്ക് എൻ്റെ അമ്മയും മോളും തന്നെയാണ്. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവും, ഇപ്പം സെക്കൻഡ് മാരേജും കൂടി ആയിരുന്നു. അപ്പം അതും കൂടി ഇങ്ങനെ ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വല്ലാത്ത മൂഡിലായിരുന്നു, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വർക്ക് ചെയ്യാണ്ട് പറ്റില്ല, നമുക്ക് നമ്മുടെ കുടുംബം നോക്കണം, മോളെ നോക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സെപ്പറേറ്റഡായി ഒരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ തന്നെ ഞാൻ പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്തു. സുന്ദരി എന്ന് പറഞ്ഞിട്ട് സൂര്യയിലെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. പക്ഷെ ആ സമയത്തും ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. എനിക്ക് ഇമോഷൻസ് ഭയങ്കര മോശമായിരുന്നു. ഞാൻ ലൊക്കേഷനിൽ കരഞ്ഞിട്ടുണ്ട്, തലകറങ്ങി വീണിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്ന സീരിയലിലും സുന്ദരിയിലും വന്നിട്ടുണ്ട്, ഇപ്പം ചെയ്യുന്ന സീരിയലിൽ. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ അവിടെ എല്ലാവരും ചാനലിൽ വർക്ക് ചെയ്യുന്നവരുൾപ്പെടെ, ചാനലിൻ്റെ ഹെഡ്മാരുൾപ്പെടെ, ഡയറക്ടേഴ്സ്, കോ ആർട്ടിസ്റ്റ് എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് അവർ അത്രയും എൻ്റെ ഇമോഷൻസ് അറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്ന സമയത്ത്, എനിക്ക് ഒട്ടും അഭിനയിക്കാൻ പറ്റാണ്ടൊക്കെ വന്ന സമയത്തും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് ഒരു 3 ഷെഡ്യൂൾ മുമ്പാണെങ്കിൽ പോലും ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, മാറ്റണമെങ്കിൽ മാറ്റിക്കോ, ഞാൻ മാറട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് എന്നെ വഴക്കാ പറഞ്ഞത്. എന്തിനു മാറണം, ചെയ്യണം, ഇതൊക്കെ അങ്ങ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരിക്കലും മാറേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞത്, നമ്മൾ ഒത്തിരി വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പിന്നെ ഇവരെ പോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, അവരുടെ സപ്പോർട്ടിൽ നമ്മൾ മുന്നോട്ട്. മകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? മകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയായിട്ടാണ് എപ്പോഴും പോകുന്നത്. അതെ അതെ അതെ, അവളാണല്ലോ എൻ്റെ കൂടെ സ്റ്റിൽ ഇതെല്ലാം കണ്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. എൻ്റെ അമ്മയും എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയും കൊച്ചുമാണല്ലോ ഇതെല്ലാം കാണുന്നത്. അപ്പം അവൾ തന്നെ പറഞ്ഞു, ഒരുപാട് അമ്മ സങ്കടപ്പെടുന്നു, ഇനിയും സങ്കടപ്പെടണ്ട, അതിൻ്റെ ആവശ്യമില്ല, സമൂഹം എന്ത് പറയുന്നു എന്ന് നോക്കണ്ട, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയാണ് പ്രധാനം, എനിക്ക് അമ്മേനെ നഷ്ടപ്പെടാൻ വയ്യ, അതുകൊണ്ട് അമ്മ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. ഇതുപോലെ പേഴ്സണൽ ഇഷ്യൂസ് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുത്തലുകൾ വരാറുണ്ട് ചില സമയത്ത്. അതുപോലത്തെ വല്ല നെഗറ്റീവ് കുത്തലുകളോ അങ്ങനത്തെ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, വന്നിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ഫേക്ക് ഐഡിന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ട്നേഴ്സിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇതറിയാവുന്ന കുറച്ച് പേരുണ്ടാവും ചിലപ്പം,
നമ്മളുടെ ഇടയിൽ ഈ ഇഷ്യൂസ് അറിയാവുന്ന കുറച്ച് അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നിന്നിട്ട് ബാക്കിൽ കൂടെ പണി വെക്കുന്നവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവരായിരിക്കും ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കമൻസ് ഇടുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇത് ആരെ ഇടുന്നതെന്ന് നമുക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, മനസ്സിലായില്ലേ? അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് ചില കമൻസ് വന്നപ്പോൾ എനിക്കറിയാം അത് എന്നെയും പുള്ളീനെയും അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തിയ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അത് അറിഞ്ഞപ്പം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നറിഞ്ഞപ്പം അവർക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആ കമൻസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട്, ഞാൻ എൻ്റെ അഡ്വക്കേറ്റിന് അയച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കമൻസ് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം പിന്നീന്ന് കുത്തുന്നതാന്ന്. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോഷ്യൽ മീഡിയയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവർ 10 വർഷമായിട്ട് എന്നെ അറിയുന്നവരുണ്ടല്ലോ, അവർ സാരമില്ല ചേച്ചി പോട്ടെ, സാരമില്ല, മൂവ് ഓൺ ചെയ്യണം, കൊച്ചിന് വേണ്ടി ജീവിക്കണം, പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനി പുതിയ സിനിമ വരുന്നുണ്ടോ? ഇല്ല, സിനിമയിലേക്ക് ഞാനിപ്പോ അങ്ങനെ നോക്കുന്നില്ല. എനിക്ക് സീരിയല് തന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ട് സീരിയല് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് സീരിയൽ തന്നെ കൂടുതൽ കംഫർട്ടബിൾ, എനിക്ക് സീരിയൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. സീരിയലും സിനിമയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുള്ളത്, എന്തൊക്കെ ഡിഫറൻസ് ആണ് ഈ ആക്ടിങ് മോഡലൊക്കെ തോന്നിയിട്ടുള്ളത്? ആക്ടിങ് ലെവലിൽ ഇപ്പൊ കുറച്ച് പേര് പറയാറുണ്ട്, ഇപ്പോൾ സീരിയലിൽ കുറച്ചും കൂടി നമ്മൾ എക്സ്പ്രസീവ് ആണ്, ഭയങ്കരമായിട്ട് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ടാണ് അഭിനയിക്കുന്ന രീതികൾ. പക്ഷെ സിനിമയിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളായിരിക്കും വളരെ സിമ്പിൾ ആയിരിക്കും, ഒരു നാച്ചുറൽ ലുക്ക് വരും, നാച്ചുറൽ ആയിരിക്കും. ഇപ്പം സീരിയലും അങ്ങനെയൊക്കെ തന്നെയാ. ഒരുപാട് പണ്ടായിരുന്നു കണ്ണു മുഴിപ്പിക്കണം, കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു, നിങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാലോ, പണ്ടത്തെ സീരിയൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം വളരെ ഡിഫറൻസ് ഉണ്ടല്ലോ. അങ്ങനെ വലിയ എക്സ്പ്രസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. സീരിയലാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും 2-3 വർഷം പ്രോജക്റ്റ് ഉണ്ടല്ലോ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടിയല്ല, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്, അതായത് സീരിയലിൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഡയറക്ടർക്കോ ആർക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൊന്നുകളയുന്നു, ആ സീരിയലിന്റെ ആ കഥാപാത്രം അതോടുകൂടി തീർന്നു കളയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്? ഉണ്ടായിട്ടില്ല. അതിപ്പോ ഓരോ കഥയുടെ സാഹചര്യം പോലെയാണല്ലോ. പിന്നെ റേറ്റിംഗും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണല്ലോ ഏത് ട്രാക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളത് ചാനലിനൊക്കെ അറിയാലോ. ഓക്കെ. ഇതുവരെ ദൈവം സഹായിച്ച് എന്നെ ആരും കൊന്നിട്ടില്ല. ചെറിയ ക്യാരക്ടറിന് വന്നാൽ പോലും എനിക്ക് ആദ്യമൊക്കെ ഞാൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തേ, എന്നാൽ പോലും അതെനിക്ക് എന്താ പറയാ ക്ലൈമാക്സ് വരെയൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചെറുതെന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്, പക്ഷെ ലാസ്റ്റ് ടൈം വരെ ഉണ്ടാവും. അപ്പൊ ഇനി അങ്ങോട്ട് അടിപൊളി സീരിയൽസ് കിട്ടട്ടെ, അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, പേഴ്സണൽ ലൈഫ് ആണെങ്കിലും എൻ്റെയർ വർക്ക് ലൈഫ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.